മക്കളെ ആർക്കനെക്സിൽ നിന്ന് നന്ദുസാറാണ്. നമ്മുടെ ജോഗ്രഫിയിലെ 6th ചാപ്റ്റർ വളരെ സിമ്പിളായി കുറഞ്ഞ സമയം കൊണ്ട് വേഗം പഠിച്ചാലോ. ഇതാ നോക്കിക്കോളൂ, എർത്ത് മൂവ്മെന്റ്. ഈ എർത്ത് മൂവ്മെന്റ് പറഞ്ഞാൽ ഭൂമിയുടെ ചലനം. ഭൂമിയുടെ ചലനം രണ്ട് രീതിയിലാണ്, അഥവാ എക്സോഗനിയും എൻഡോഗനിയും. എൻഡോഗനിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ അത് ഭൂമിയുടെ അടിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയുടെ അടിയിലേക്ക് നടക്കുന്നതാണ് എന്ത്? എൻഡോഗനി. എക്സോഗനി എന്ന് പറഞ്ഞാൽ സർഫസിൽ നടക്കുന്നതാണ് എന്ത്? എക്സോഗനി എന്ന് മനസ്സിലാക്കുക. വെച്ചാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് റൊട്ടേഷൻ വിടും, അതുപോലെ തന്നെ ജിയോ തെർമൽ ഗ്രാജുവേഷൻ, കൺവെൻഷൻ, കറന്റ്, ഇതൊക്കെ പ്രധാനമായി അവിടെ പെടും. അതേസമയം ഇവിടെ എക്സോഗനിയിൽ എന്തൊക്കെയാ വരിക മക്കളെ? റണ്ണിങ് വാട്ടർ, ഗ്ലിസേഴ്സ്, വിൻഡ്, ഗ്രൗണ്ട് വാട്ടർ, ഇതൊക്കെയാണ് എക്സോഗനിയിൽ വരിക. ക്ലിയർ? വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഇതാണ് പഠിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് ഓരോന്നിനും പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എൻഡോഗനിക് മൂവ്മെന്റിനെ പ്രധാനമായി രണ്ടാക്കി തിരിക്കാനുണ്ട്. എൻഡോഗനിക് മൂവ്മെന്റിന്റെ അകത്ത് ഒന്ന് ഡയസ്ട്രോഫിക് മൂവ്മെന്റും രണ്ടാമത് സഡൻ മൂവ്മെന്റും. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഈ ഭാഗം നമുക്ക് അധികം പഠിക്കാനില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഡയസ്ട്രോഫിക് മൂവ്മെന്റ് എന്നാൽ വളരെ ദ്രുതഗതിയിൽ വളരെ പതുക്കെ ഉണ്ടാകുന്ന മൂവ്മെന്റിനാണ് എന്ത് പറയാ? ഡയസ്ട്രോഫിക് മൂവ്മെന്റ്. വളരെ സിമ്പിൾ ആയി പറയണ ഒരു പർവ്വത രൂപീകരണം. പർവ്വത രൂപീകരണം. ഒരു പർവ്വതം ഉണ്ടാവുന്നത് പ്രഥമ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടായി വരുന്നില്ല, പതുക്കെ പതുക്കെ പതുക്കെയാണ്. അതാണ് ഡയസ്ട്രോഫിക്. അത് അത്ര പഠിച്ചാൽ മതി. പക്ഷെ സഡൻ മൂവ്മെന്റ് നിങ്ങൾ കാര്യമായിട്ട് നോക്കി വെച്ചോ. അതിൻ്റെ അകത്തുള്ള രണ്ടാൾക്കാരാണ് എർത്തുകേക്ക് ആൻഡ് വോൾക്കാനോസ്. ഭൂമി കുലുക്കവും വോൾക്കാനോസും. ഓക്കെ, അപ്പൊ ഇതെന്താണെന്നാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വോൾക്കാനോസ് ആണ്. നമുക്കറിയാം ഭൂമിയുടെ ഏറ്റവും താഴത്തെ ചാമ്പർ ആയിട്ടുള്ള മാഗ്മ ചാമ്പറിന്റെ ഹീറ്റ് പ്രൊഡ്യൂസ് അല്ലെ പ്രധാനമായി കുറച്ച് എന്താ പറയുക ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ കൂടിയ ആ ലാവ പ്രധാനമായി ഇതിൽ എങ്ങനെ കയറി എന്ന് വെച്ചാൽ വെന്റിലൂടെ കയറിയിട്ട് നേരെ ക്രാറ്ററിലെത്തും. ഓക്കെ, ആ മാഗ്മ പ്രധാനമായി ഇവിടുന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരിക്കലും എന്ത് വിളിക്കൂല? മാഗ്മ എന്ന് വിളിക്കൂല. അത് പിന്നീട് അറിയപ്പെടുക ലാവ എന്നുള്ള പേരിലാണ്. ഓക്കെ, ഈ ലാവ പിന്നീട് ആഷ് ആവും. എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായി ടെമ്പറേച്ചർ എന്താണ്? നമ്മൾ അന്തരീക്ഷത്തെ ടെമ്പറേച്ചർ പ്രധാനമായി കുറയ്ക്കും അല്ലെ? എന്നുവെച്ചാൽ അതിന്റെ ആ ചൂട് പ്രധാനമായി അന്തരീക്ഷത്തെ ടെമ്പറേച്ചർ കുറയ്ക്കും. പിന്നീട് ഇത് അറിയപ്പെടുന്നത് എന്താണ്? ലാവ എന്നാണ്. പിന്നീട് അത് ആഷ് ആവും. പിന്നീട് അത് എന്ത് ചെയ്യും? ആ പാറ എന്ന് വെച്ചാൽ ആ ഒരു പാറയുടെ മുകളിൽ സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് അത് ഇങ്ങനെ കിടക്കുക ചെയ്യും. ഇതാണ് പ്രധാനമായും വോൾക്കാനോസിലൂടെ പറയാനുള്ളത്. എന്താണ് വോൾക്കാനോസ്? നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനൊക്കെയാണ് വോൾക്കാനോസ്? വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആപത്താണ് അല്ലെ? പെട്ടെന്ന് ഒരു സാധനം പർവ്വതമൊക്കെ പൊട്ടി വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച ആപത്താണ്. പക്ഷെ അത് മനുഷ്യനൊരു ഗുണവും ആകുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒന്ന് ജിയോ തെർമൽ എനർജി. എന്താ ജിയോ തെർമൽ എനർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഹീറ്റിലൂടെ കറണ്ട് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ്? ഒരു എനർജി ഉണ്ടാക്കുകയാണ്. വളരെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ പ്രധാനമായി ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് കുറെ ഉണ്ട്. ആ ഹീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് രൂപീകരിക്കാം? എനർജി രൂപീകരിക്കാം. അത് പ്രധാനമായിട്ട് വോൾക്കാനോസിന്റെ ഒരു എന്താണ് മെറിറ്റ് ആയിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ നമുക്ക് കാണാൻ സാധിക്കും ലാവ. ലാവ എന്ന് പറയുന്ന റിച്ച് മിനറൽ ആണ്. ഏറ്റവും കൂടുതൽ മിനറൽസ് ആണ്, കുറെ മിനറൽസുകൾ ഉള്ളതാണ് പ്രധാനമായി ലാവ. ആ ലാവ പ്രധാനമായി നമുക്ക് എന്ത് ചെയ്യാം? മിനറൽസ് ആയി ധാതുക്കളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത നമുക്ക് വോൾക്കാനോസ് പ്രധാനമായിട്ട് എന്തിനു സഹായിക്കുക വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? വോൾക്കാനോസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആളെ പറയാണ് എർത്തുകേക്ക്. അത് നിങ്ങൾ ടെസ്റ്റിലെ ഒരു ചെറിയ ചിത്രം വെച്ച് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? മൂന്ന് രീതിയിൽ മൂവ് ചെയ്യും. കൺവേർഷൻ ഉണ്ട്, ഡൈവേർഷൻ ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? അങ്ങനെ മൂന്ന് രീതിയിൽ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സമയത്തും അവിടെ വളരെ വലിയൊരു ചലനം സംഭവിക്കും. വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിനകത്ത് ഒരു 1000 തീപ്പെട്ടി കൂടുകൾ പ്രധാനം നിങ്ങൾ അട്ടിക്ക് വെക്കുകയാണ്. അതിനകത്ത് 1000 എണ്ണം മേലെ വരെ അട്ടിക്ക് വെച്ച് താഴത്തത് മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മേലത്തേനടക്കം വളരെ വലിയൊരു ഷെയ്ക്ക് വരാൻ കാരണമുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് പ്രധാനമായി പ്ലേറ്റ് മൂവ്മെന്റ് നടക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻ രൂപപ്പെടും. ആ ഫ്രിക്ഷൻ രൂപപ്പെടുന്ന സമയത്ത് അവിടെ വളരെ വലിയൊരു ചലനത്തിന് കാരണമാവും. ആ ചലനത്തിന്റെ ഭാഗമാണ് ഈ ഭാഗത്തെ വിളിക്കുന്നതിന് ഫോക്കസ്. ആ ഭാഗത്തുണ്ടാവുന്ന ചലനം ഭൂമിയുടെ പുറത്തേക്ക് പ്രധാനമായിട്ട് അതീവ ഗംഭീരമായിട്ട് അല്ലെ പ്രധാന ആ ഒരു എന്താ പറയുക വളരെ വലിയൊരു രീതിയിൽ അറിയപ്പെടും. അതാണ് എപ്പിക് സെന്റർ. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭൂമി കുലുക്കായി അറിയപ്പെടുന്നത്. വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റ് നടക്കുന്നു. ആ സമയം പ്ലേറ്റ് ചലിക്കുന്ന സമയത്ത് ആ ചലനം പ്രധാനമായി ഫോക്കസിൽ അനുഭവപ്പെടുന്നു. ആ ഫോക്കസിൽ അനുഭവപ്പെടുന്ന ചലനം പ്രധാനമായി എപ്പിക് സെന്ററിൽ പറഞ്ഞാൽ അതെന്തായി മാറി? എർത്തുകേക്ക് ആയി മാറി. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ? ഓക്കെ, ഇതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തെ പറയാനുള്ളത് എക്സോഗനിക് മൂവ്മെന്റ് ആണ്. എക്സോഗനിക് മൂവ്മെന്റ് പ്രധാനമായും മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് വെതറിങ്, രണ്ട് ഇറോഷൻ, ട്രാൻസ്പോർഷൻ, ഡിപ്പോസിഷൻ, മൂന്നാമത്തത് മാസ് വേസ്റ്റിംഗ്.
ഇതിന്റെ അകത്ത് വെതറിങ്ങും അതുപോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കേണ്ടതല്ല, വളരെ നോക്കി വെച്ചാൽ മതി. പക്ഷെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് വെതറിങ്? വെതറിങ് എന്ന് പറഞ്ഞാൽ അപക്ഷയം അഥവാ വെതറിന്റെ ഇംഗ്ലീഷ് ആണ് ദ ഡിസിന്റിഗ്രേഷൻ ഓഫ് റോക്ക് ഈസ് കോൾഡ് വെതറിങ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ കല്ല് പൊടിയുന്നത് പ്രധാനമായും വെതറിങ് ആണ്. ഓക്കെ, കല്ല് പൊടിഞ്ഞാൽ അത് വെതറിങ് ആണ് അഥവാ അപക്ഷയമാണ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയി പറയാൻ 3 രീതിയിൽ നമ്മുടെ കല്ല് നമുക്ക് വേണേൽ പൊടിക്കാം. 1 ഫിസിക്കൽ വെതറിങ്, 2 കെമിക്കൽ വെതറിങ്, 3 ബയോളജിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയി പറയാണ് മക്കളെ, നമ്മൾ മൈനിങ് അല്ലെ, ഖനികളിൽ പോയി പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ ഖനികളിലോടൊക്കെ മനുഷ്യന്റെ മാൻമെയ്ഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മിഷൻസ് ഉപയോഗിച്ച് നമ്മൾ തന്നെ ഉപയോഗിച്ച് പൊടിക്കുന്നതാണ് ഫിസിക്കൽ വെതറിങ്. രണ്ടാമത്തെ കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ കുറേ കെമിക്കൽസ് ഉണ്ട്, അല്ലെ പ്രധാന കുറേ എന്താ പറയാ ഗ്യാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് കല്ല് റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്നതാണ് കെമിക്കൽ വെതറിങ്. അടുത്തത് ബയോളജിക്കൽ വെതറിങ്. ഫോർ എക്സാമ്പിൾ ഒരു കല്ല് ഇവിടെ ഉണ്ട് വിചാരിച്ചോ, ഇവിടെ പ്രധാനമായിട്ട് എന്താ പറയാ ഒരു മരം ഉണ്ടായി വരികയാണ്, ആ മരത്തിന്റെ വേര് പ്രധാനമായി തട്ടി ആ കല്ല് ചിലപ്പോൾ പൊടിയാൻ സാധ്യത ഉണ്ട്. അപ്പൊ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നടക്കുന്ന വെതറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ വെതറിങ്. ഇപ്പൊ വെതറിങ് അഥവാ അപക്ഷയം എന്ന് പറഞ്ഞാൽ കല്ലുകൾ പൊടിയ എന്നതാണ്, അതായത് ഡിസിന്റിഗ്രേഷൻ ഓഫ് റോക്ക് എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം കൂടിയാണ് മാസ് വേസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഇതാണ് മാസ് വേസ്റ്റിംഗ്. എന്താ മാസ് വേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അപ്ലിക്കേഷൻ ലെവൽ അടക്കം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാസ് വേസ്റ്റിംഗ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസ് വേസ്റ്റിങ്ങിന് പറ്റിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ അവിടെ നിർബന്ധമായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ കാര്യം കൊടുത്തിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായി ചെറിയൊരു പ്ലേറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ പ്രധാനമായി ഗ്രാവിറ്റേഷണൽ പുള്ള് നടക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നടക്കും, അല്ല ഗ്രാവിറ്റേഷണൽ പുള്ള് നടക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ് ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ മലയും മണ്ണും ഒക്കെ എന്തായിട്ടും ഒട്ടാകെ പോയിട്ട് താഴത്ത് പോയി അടിഞ്ഞുകൂടും. ഈ ഒരു മാസമായുള്ള പ്രൊഡക്റ്റ് ഒട്ടാകെ താഴത്ത് പോയി അടിഞ്ഞു കൂടുന്നതിനാണ് എന്താ പറയാ മാസ് വേസ്റ്റിംഗ്. അതിനൊരു ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഉരുൾപൊട്ടൽ. അഥവാ ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വേണം ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയിൽ സംഭവിച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവിടെ പ്രധാനമായി നിങ്ങൾ ആദ്യം ഒരു പാരഗ്രാഫിൽ മാസ് വേസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക. രണ്ടാമത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉരുൾപൊട്ടൽ എന്താണെന്ന് കൂടെ അറിയാം. ഇതാണ് ഈ ചാപ്റ്ററിൽ ഒട്ടാകെ പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ എക്സോഗനിയും എൻഡോഗനിയും എന്താന്ന് മാറ്റി നോക്കി വെക്കുക. അതിനകത്ത് എർത്ത് കേക്ക് ഒന്ന് മാക്സിമം നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.